കുട്ടിക്കാലത്ത് ഡോങ്ചുന് സംഭവിച്ചിട്ടുണ്ടായിരുന്ന വാഹനാപകടമൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് തുടങ്ങുന്നത്. മാത്രല്ല, ഡോങ്ചു രക്ഷപ്പെട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. കൂടാതെ ഈഡു ഇപ്പോൾ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് പരിക്കുകളൊക്കെ ആയിട്ട് റോഡിൽ കിടക്കുകയാണ്. ഈ ഒരു സമയത്ത് സെങ്ഹുൻ എന്ന് അമ്മ വിളിക്കുന്നതൊക്കെ കേട്ടുകൊണ്ടാണ് അവനും അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നത്. അതായത് അമ്മ അവനെ സ്വർഗത്തിൽ നിന്നും വിളിക്കുന്നതായിട്ടായിരുന്നു അവൻ അപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നത്. മാത്രല്ല, ഡോക്ടർ കാങ്ങിന്റെ അച്ഛന്റെ അടുത്ത് ഞാൻ എന്തോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്, പക്ഷെ ആ ഒരു ഭാഗ്യം ഒരിക്കലും ഒണ്ണാമിന്റെ അച്ഛനും അതുപോലെ തന്നെ സെഹുന്റെ അമ്മയ്ക്കും സെഹുനോടും ഉണ്ടായിരുന്നില്ല എന്ന രീതിക്കാണ് അവനും സംസാരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ മാത്രമാണ് സിംഹുനെ അപകടത്തിലാക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു ട്രക്കൊക്കെ ഓടിച്ചത് അഡ്മിനിസ്ട്രേറ്റർ ആണെന്നുള്ളത് കാണിക്കുന്നത്. കൂടാതെ അഡ്മിനിസ്ട്രേറ്റർ തന്നെ ആയിരുന്നു ഉണ്ണാമിന്റെ അച്ഛൻ തന്നെയാണ് സിംഹുന്റെ അച്ഛനെന്ന് തെളിയിക്കുന്ന രീതിക്കുള്ള ഒരു DNA റിസൾട്ട് ഈഡുവിന് നൽകിയിട്ടുണ്ടായിരുന്നതും. ഹിപ്നോട്ടിസം ചെയ്ത സമയത്ത് അപകടത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ ടോങ് ചൂൻ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതെല്ലാം തന്നെ ഇപ്പോൾ ഡോക്ടർ കങ് കേട്ടു നോക്കുന്നു. അതിന്റെ അകത്ത് ഈഡു ആയിരുന്നു തന്നെ അപകടത്തിൽപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നെന്ന് അവനും തുറന്നു പറയുന്നുണ്ട്. ഡോക്ടർ കാങ്ങിന്റെ അച്ഛനും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഡോക്ടർ കാങ്ങിന്റെ ലാപ്ടോപ്പ് തുറന്ന് നോക്കി കഴിയുമ്പോഴത്തേക്കും അതിന്റെ അകത്ത് അവസാനമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഡോങ്ചിന്റെ വീഡിയോ ഒക്കെ പ്ലേ ആയി കിടക്കുന്നത് അയാളുടെ ശ്രദ്ധയിലും പെടുകയാണ്. സോ അയാളും ആ ഒരു വീഡിയോ കണ്ടു നോക്കുന്നു. എന്തായാലും ആ ഒരു സംഭവത്തെക്കുറിച്ച് കൂടുതലായിട്ട് ഡോക്ടർ കാങ്ങും അച്ഛനും കൂടി സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും നേരത്തെയും ഡോങ്ചനെ ഷൂട്ട് ചെയ്യുവാനായിട്ട് ശ്രമിച്ചത് ഈടുവാണെന്നുള്ളൊരു സംശയമൊക്കെ അവരുണ്ടായിരുന്നു. ഇപ്പോഴും അവൻ ഈടുവാണ് തന്നെ കൊലപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ തുറന്നും പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഇതെല്ലാം തന്നെ ഡോങ്ചുവിന്റെ എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആക്കുവാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് താൻ കാണുന്നതെന്ന് ഡോക്ടർ കാങ്ങും അറിയിക്കുന്നു. ഡൈസൺ ഗ്രൂപ്പിന്റെ ചെയർമാൻ ആകുന്നതായിട്ടുള്ള ഒരു സ്വപ്നമൊക്കെ ഈടു കാണുകയാണ്. അതിന്റെ കൂട്ടത്തില് സെഹുൺ ഓടി ഓടി പോകുന്നത് കാണുമ്പോഴത്തേക്കും സെഹുണെയും അയാൾ ഫോളോ ചെയ്ത് പോകുന്നു. ഏറ്റവും ഒടുവിലായിട്ട് ആ സെഹുൺ ഡോങ്ചായ മാറിയിട്ട് തന്റെ മുമ്പിലായിട്ട് ഇരിക്കുന്നതൊക്കെ ഇപ്പോൾ ഈടും സ്വപ്നം കണ്ട് എണീക്കുന്നു. പക്ഷെ ആ ഒരു സമയത്തും അവന്റെ മുമ്പിലായിട്ട് തന്നെ ഡോങ്ചുവും ഇരിപ്പുണ്ടായിരുന്നു. ഡോങ്ചുവും പണ്ട് ഉണ്ണാമന്റെ അച്ഛൻ അപകടമൊക്കെ നടന്ന സമയത്തുണ്ടായിരുന്ന ഒരു പത്ര റിപ്പോർട്ടൊക്കെ ഇപ്പോൾ ഈഡുവിനും കാണിച്ചു കൊടുക്കുകയാണ്. മാത്രല്ല, അന്ന് അപകടത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്ത്രീ ആരായിരുന്നു എന്ന് കൂടി അവനും ചോദിക്കുന്നു. സിംഹന്റെ അമ്മയുടെ യഥാർത്ഥ പേരൊക്കെ ഇപ്പോൾ ഈടും തുറന്നു പറയുകയാണ്. ഞങ്ങൾ കോളേജിൽ ഒന്നിച്ചായിരുന്നു പഠിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ഒണ്ണാം ഇപ്പോഴും വിശ്വസിക്കുന്നത് അവളുടെ അച്ഛനെ ഞാൻ കൊന്നു എന്നാണ്. അതെല്ലാം തന്നെ കള്ളമാണെന്ന് നീയും തെളിയിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഈ ഒരു പത്ര റിപ്പോർട്ട് ആവശ്യമായിട്ട് വരും. നീയും ഇതൊക്കെ അവളെ കാണിച്ചു കൊടുക്ക്. പിന്നെ ഞാനും ഒരുപാട് സർജറി ഒക്കെ കഴിഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നതെന്നൊക്കെ ഈട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആ ആക്സിഡന്റിൽ നീ മാത്രമായിരുന്നില്ല രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത്, ഞാനും അവിടെ വെച്ച് രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് ഡോങ്ചു പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവിടെ ആക്സിഡന്റ് സംഭവിച്ചപ്പോഴത്തേക്കും ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു എന്ന് ഈടവും ഉറപ്പിച്ചു പറയുന്നു. പക്ഷെ ഈ ഒരു സമയത്ത് പോക്കറ്റിലുണ്ടായിരുന്ന ഒരു നാപ്കിനൊക്കെ കടിച്ചു പിടിച്ചുകൊണ്ട് ഡോങ്ചുവും ആദ്യം കുറച്ച് പിന്നോട്ട് മാറുന്നു. പിന്നീട് ഓടി ഈടുവിന്റെ അടുത്തേക്കൊക്കെ ചെന്ന് നിൽക്കുകയാണ്. ഇത് കാണുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച സമയത്ത് നടന്ന കാര്യങ്ങളെ കുറിച്ച് ഈടുവും ഓർക്കുന്നു. അന്ന് ആക്സിഡന്റ് സംഭവിച്ച സമയത്ത് നിന്റെ മുഖത്ത് നോക്കിയിട്ട് ഞാനും എന്നെ രക്ഷിക്കുന്നു പറഞ്ഞതൊക്കെ നീയും ഓർക്കുന്നില്ലേ? ഞാൻ ആ പിൻസീറ്റിലുണ്ടായിരുന്ന സിംഹുണാണ് എന്ന് ഡോങ് ചൂൻ തുറന്നു പറയുകയാണ്. മാത്രല്ല, ഡോങ് ചൂൻ പണ്ട് അവന്റെ തലയിൽ കെട്ടിയിട്ടുണ്ടായിരുന്ന ഹെയർ ടൈ ഒക്കെ എടുത്തിട്ട് ഇപ്പോൾ ഈഡുവിനും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ കണ്ട് ഈടും ആകെ ഷോക്ഡ് ആകുന്നു. ഈടും അതൊന്നും തന്നെ വിശ്വസിക്കാനായിട്ട് തയ്യാറല്ലാതെ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന അതേ കള്ളക്കഥകളൊക്കെ ആവർത്തിച്ച് പറയുമ്പോഴത്തേക്കും നിങ്ങളായിരുന്നു എന്റെ പേരൻസിനെ കൊന്നിട്ടുണ്ടായിരുന്നത്, എന്നെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ കൊല്ലുവാനായിട്ടാണ് ഞാനും എത്തിയത്. ഒരു കാര്യം ചെയ്യാം, നീയും നിന്റെ വൈഫിനെയും ടൈയൂണിനെയും കൂട്ടിക്കൊണ്ട് ഈ ഒരു ഡീസൻ ഗ്രൂപ്പിൽ നിന്നും പോവുകയാണെങ്കിൽ ഞാനും ഒരു സത്യങ്ങളും ആരോടും പറയാതെയൊക്കെ ഇരിക്കാമെന്ന് ഡോങ്ചു പറയുമ്പോഴത്തേക്കും എന്റെ മുമ്പിൽ രണ്ടവസരങ്ങളാണ് ഉള്ളതെങ്കിൽ ഞാനും ആ ഒരു അവസരത്തിൽ നീ എന്നെ കൊന്നോ എന്നേ പറയുകയുള്ളൂ. ഡേസൻ ഗ്രൂപ്പ് ഞാൻ കൂടിയാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഡേസൻ ഗ്രൂപ്പ് വിട്ട് ഞാൻ പോകുന്നതായിരിക്കുകയില്ല എന്ന് ഈടവും അറിയിക്കുന്നു. ഈ ഒരു സമയത്ത് ഈടു പണ്ട് ഡോങ്ചുയുടെ അമ്മയ്ക്ക് ഹെയർ ടൈ കൊടുത്തതിനെ കുറിച്ചും പിന്നീട് ആ ഒരു ഹെയർ ടൈയുമായിട്ട് വരുന്ന സിംഹോണെ കണ്ടതിനെ കുറിച്ചും എല്ലാം തന്നെ ഓർത്തു നോക്കുന്നു. ഈടും ഇപ്പോൾ ജാങ്സിനെ കോൾ ചെയ്തതിനു ശേഷം തനിക്കൊരു തോക്കൊക്കെ ആവശ്യമായിട്ടുണ്ട് എന്ന് അറിയിക്കുകയാണ്. പിന്നീട് വീട്ടിൽ വെച്ച് ഉണ്ണാവനെ കാണുന്ന സമയത്ത് ഡോങ്ചുവും നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടൊക്കെ അവൾക്കും കാണിച്ചു കൊടുക്കുന്നു. ഇന്നും അഡ്മിനിസ്ട്രേറ്റർക്കും യാങ്ങിനും ഫുഡും മറ്റുമൊക്കെ കൊടുക്കാനായിട്ട് എത്തിയതായിരുന്നു. ഈ ഒരു സമയത്ത് യാങ്ങും ഒരു ഇൻഫോർമേഷൻ ഇന്നാമുമായിട്ട് പങ്കുവെക്കുന്നു. അതായത് ഡാൻഡിലിയൻ ഫയൽസ് ഒക്കെയാണല്ലോ അവർക്ക് ആവശ്യമായിട്ടുള്ളത്. അഡ്മിനിസ്ട്രേറ്ററുടെ കീഴിൽ കുറച്ച് ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. അതിൽ ഒരു ബിൽഡിങ്ങിന്റെ ബേസ്മെന്റിൽ ഈ ഒരു ഫയൽസ് ഒക്കെ കാണുവാനുള്ള സാധ്യതകൾ കൂടുതലാണെന്നുള്ള രീതിക്കായിരുന്നു യാങ്ങും അറിയിച്ചിട്ടുണ്ടായിരുന്നത്.
ന്യൂസ് പേപ്പർ റിപ്പോർട്ട് പ്രകാരം നിന്റെ അച്ഛൻ അപകടമൊക്കെ സംഭവിച്ച സ്ഥലത്ത് ഈഡു ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈഡുവിനും ഒരുപാട് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഒരുപാട് സർജറിക്ക് ശേഷമായിരുന്നു അയാളും ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിന്റെ അച്ഛന്റെ മരണവുമായി ഈഡുവിന് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല എന്ന് ഡോങ് ചൂം ഉണ്ണാമിന്റെ അടുത്ത് പറയുന്നു. ഇത്രയും കാലം എന്റെ അമ്മയും ഈടുവും കൂടി ചേർന്നിട്ടാണ് എന്റെ അച്ഛനെ കൊന്നതെന്നായിരുന്നു ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. അതെല്ലാം തന്നെ കള്ളമായിരുന്നല്ലേ? ആ അപകടത്തിൽ പെട്ടിട്ടുണ്ടായിരുന്ന സ്ത്രീയും കുട്ടിയും അവിടെ വെച്ച് തന്നെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നോ എന്നൊരു ചോദ്യം കൂടി ഉണ്ണാം ചോദിക്കുമ്പോഴത്തേക്കും അതെല്ലാം തന്നെ അവനും സമ്മതിച്ചു കൊടുക്കുന്നു. ഇത്രയും കാലം അമ്മയും ഈടും കൂടി ചേർന്നിട്ടായിരിക്കും എന്റെ അച്ഛനെ കൊന്നതെന്ന് ഞാനും തെറ്റിദ്ധരിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. എന്തായാലും ഡോങ്ചു സത്യങ്ങളെല്ലാം തന്നെ എന്റെ അടുത്ത് തുറന്നു പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളും എന്റെ അടുത്ത് ക്ഷമിക്കണമെന്ന് ഈടുവിന്റെയും ഉണ്ണാമിന്റെ അമ്മയുടെ അടുത്തുമായിട്ട് ഉണ്ണാമും പറയുന്നു. ഈ ഒരു സമയത്ത് ടയൂണിനെ കാണിക്കുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ടയൂൺ ഡോങ്ചുവും ഈടും കൂടി സംസാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു. നേരത്തെ ഡോങ്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ഫോട്ടോ ഇപ്പോൾ ഉണ്ണാമിന്റെ കയ്യിലുണ്ട്. ആ ഒരു ഫോട്ടോ ഉണ്ണാം ഡോഹിനെ കാണിക്കുമ്പോഴത്തേക്കും അവൾ ഒരുപാട് ദേഷ്യപ്പെട്ടിട്ട് ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യാനായിട്ടൊക്കെ പറയുകയാണ്. അതൊക്കെ കേട്ട് സംശയം തോന്നിയിട്ടുണ്ടായിരുന്ന ഉണ്ണാമും നേരെ ഡോക്ടർ കാങ്ങിന്റെ അച്ഛനെ കാണുവാനായിട്ട് ചെല്ലുന്നു. മാത്രല്ല, ഈ ഒരു ഫോട്ടോയുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽസ് കൂടി അവളും ചോദിക്കുകയാണ്. ഈ ഒരു ഫോട്ടോയിലുണ്ടായിരുന്ന സ്ത്രീയുമായിട്ട് നിന്റെ അച്ഛന് യാതൊരു വിധത്തിലുള്ള റിലേഷൻഷിപ്പും ഉണ്ടായിരുന്നില്ല. മാത്രല്ല, ആ സ്ത്രീയുടെ കുട്ടി അതൊരിക്കലും നിന്റെ അച്ഛന്റെ കുട്ടിയല്ല. അവരും നല്ല ഫ്രണ്ട്സ് മാത്രമായിരുന്നു. എന്തായാലും ഈ ഒരു ഫോട്ടോ നിനക്ക് എവിടെ നിന്നുമാണ് കിട്ടിയതെന്നുള്ള രീതിക്ക് അയാളും അവളുടെ അടുത്ത് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും അവളും ടോങ്ചുന്റെ കയ്യിൽ ഇതിന്റെ ഒറിജിനൽ ഫോട്ടോ ഉണ്ട് എന്നും കൂടി അറിയിക്കുന്നു. അതേസമയം ഈ ഒരു ഫോട്ടോ ആകെ എന്റെ കയ്യിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അയാളും ഓർത്തെടുക്കുന്നുണ്ട്. അതേസമയം പണ്ട് ഫോട്ടോ എടുത്ത സമയത്ത് സിംഹുണ് ആ ഒരു ഫോട്ടോ കൊടുത്തതിനെ കുറിച്ച് ഓർക്കുന്ന അയാളും സിംഹുണും ഡോങ്ചും ഒരേ വ്യക്തി തന്നെ ആയിരിക്കുമെന്നും സംശയിക്കുന്നു. സിംഹുൺ തന്നെ ആയിരുന്നു ഡോങ്ചും. അവനിപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. അവനും പണ്ട് നടന്ന ആക്സിഡന്റിനെ കുറിച്ചെല്ലാം തന്നെ നല്ല രീതിക്ക് തന്നെ ഓർമ്മയുണ്ട്. എല്ലാ കാര്യങ്ങളും അവൻ എന്നോട് പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് അവനെ കൊല്ലണമെന്ന് ഈട് പറയുമ്പോഴത്തേക്കും ഇത്രയും കാലം നീ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് ഡെയ്സൺ ഗ്രൂപ്പിന് വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രൂപ്പിന്റെ അവകാശിയായിട്ട് ടയോൺ വരുവാനായിട്ട് നീയും ഡോങ്ചുവിനെ ഇനിയും വളരുവാനായിട്ട് അനുവദിച്ചുകൂടാ. നീയും ഡോങ്ചുവിനെ കൊല്ലേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചാങ്സിനും കൊല്ലുവാനായിട്ടുള്ള തോക്ക് പോലും ഈഡുവിന് നൽകുന്നു. ഡോങ്ചുവും ഇന്നാമും കൂടി ചേർന്നിട്ട് യാങ് പറഞ്ഞിട്ടുണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്ററുടെ ബിൽഡിങ്ങിലൊക്കെ എത്തിയിരിക്കുകയാണ്. അവിടെ ഒരു ബേസ്മെന്റിൽ എത്തിയിട്ട് അവര് ഡാൻഡിലിയൻ ഫയൽസ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ നിന്നും അവർക്കൊന്നും തന്നെ കിട്ടുന്നില്ല. അതേസമയം അഡ്മിനിസ്ട്രേറ്ററുടെ അടുത്ത് ഗോഹോയും എത്തിയിട്ടുണ്ടായിരുന്നു. കൂടാതെ ഇവർ തിരിച്ച് ആ സെല്ലിന്റെ അകത്തേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കുമാണ് അഡ്മിനിസ്ട്രേറ്ററെ ഉപദ്രവിച്ച രീതിക്കൊക്കെ ഇട്ടിരിക്കുന്നത് അവരും കാണുന്നത്. അയാളുടെ ശരീരത്തിൽ നിന്നും ഒരുപാട് രക്തമൊക്കെ പോയിട്ടുമുണ്ടായിരുന്നു. എങ്കിൽ പോലും അയാൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ബുക്കില് അയാളും ഒരു മാപ്പ് വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്ഥലത്തായിരിക്കും ഡാൻഡേലിയൻ ഫയൽസ് ഒക്കെ ഉണ്ടായിരിക്കുക എന്നൊക്കെ അവരും ഉറപ്പിക്കുന്നു. സോ ഡോങ്ചും ഇന്നാമും കൂടി ചേർന്നിട്ട് അഡ്മിനിസ്ട്രേറ്ററുടെ ഒളിസങ്കേതത്തിലൊക്കെ പോയിട്ട് അവിടെ ഒരു തിരച്ചിലൊക്കെ നടത്തിയിട്ട് മാപ്പിന്റെ പ്രകാരമുള്ള സ്ഥലത്ത് നോക്കി കഴിയുമ്പോഴത്തേക്കും അവിടെ നിന്നും ഡാൻഡേലിയൻ ഫയൽസ് ഒക്കെ അവർക്കും കിട്ടുകയാണ്. അവരും ആ ഒരു ഫയൽസ് എല്ലാം തന്നെ ടൈഗത്തിനെയും ഏൽപ്പിക്കുന്നു. അതായത് സീക്രട്ട് ആയിട്ടുള്ള ഒരുപാട് കോൺവെർസേഷൻസ് ഒക്കെ ആയിരുന്നു ആ ഒരു ഫയൽസിൽ ഉണ്ടായിരുന്നത്. അതെല്ലാം തന്നെ സീക്രട്ട് ആയിട്ട് റെക്കോർഡ് ചെയ്തത് കൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അതിൽ ഉണ്ടാവുകയും ചെയ്യും. സോ ഇതെല്ലാം തന്നെ ഓഡിയോ രീതിയിൽ നിന്നും ഒരു ടെക്സ്റ്റ് രീതിക്ക് കൺവേർട്ട് ചെയ്യുവാനായിട്ടായിരുന്നു അവളെ അത് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ചെയർമാൻ ചാട് വിവാഹം നടക്കുവാനായിട്ട് പോവുകയാണ്. എല്ലാവരും തന്നെ അതിനുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ ചെയർമാൻ ചാ വേദിയിലെത്തി കഴിയുമ്പോഴത്തേക്കും ഈ സ്ത്രീനെ എനിക്ക് പരിചയമില്ല, നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് പരിചയമില്ലാത്ത ഒരാളെ എന്റെ തലയിൽ കെട്ടിവെക്കുവാനായിട്ട് നോക്കുകയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചെയർമാനും ആകെ പിണങ്ങിയിരിക്കുന്നു. ഡോങ്ചും ചെയർമാൻ ചായോട് സംസാരിക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഡോങ്ചുനെ പിടിച്ചു മാറ്റിയതിനു ശേഷം ചങ്സൻ സ്യോൻമുനെയും കൊണ്ട് അകത്തേക്കും കയറുന്നു. ചെയർമാൻ ചാ ഇപ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ മറന്നുപോയി കഴിഞ്ഞിരിക്കുന്നു. എങ്കിൽ പോലും സ്യോൻമോനെ കാണിച്ചിട്ട് ഇത് നിന്റെ മകനാണെന്നൊക്കെ ചാങ്സൺ പറയുമ്പോഴത്തേക്കും അതെല്ലാം തന്നെ ചെയർമാൻ ചായും ഓർത്തെടുക്കുകയാണ്. മാത്രല്ല, ഈ മകന്റെ കൂടെ ജീവിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീനെ വിവാഹം കഴിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞ് ജാങ്സനും ചെയർമാൻ ചായനെ കൺവിൻസ് ചെയ്തുകൊണ്ടാണ് വിവാഹ വേദിയിലേക്കും എത്തുന്നത്. എന്തായാലും വിവാഹത്തിനൊക്കെ ശേഷം എല്ലാവരും തന്നെ വീട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ്. ഈ ഒരു സമയത്ത് സെക്രട്ടറി ഡൊഖിനെ കണ്ടിട്ട് നിന്റെ ആദ്യ ഭർത്താവിന്റെ മകൻ ഇപ്പോഴും ജീവനോടെയുണ്ട്. ആ ഒരു സിംഹണാണ് ഇപ്പോൾ നമ്മുടെ ഒപ്പമുള്ള ഡോങ്ചു എന്ന കാര്യം എല്ലാം തന്നെ ഡോഹിനെയും അറിയിക്കുന്നു. ഈടും ഡോങ്ചുനെ കൊല്ലുവാനായിട്ടുള്ള തോക്കൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അതേസമയം ഡോക്ടർ കാങ്ങിന്റെ അച്ഛൻ ഒരുപാട് തവണ ഈടുവിനെ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല. കോളൊന്നും എടുക്കാതെയൊക്കെ ഇരിക്കുന്നു. ഡോങ്ചുന്റെ വീട്ടിലേക്ക് ഒരു പാക്കേജ് ഒക്കെ വരികയാണ്. അതേസമയം ഡോങ്ചുന് ഇന്നാമിന്റെ അടുത്തുനിന്ന് മറ്റൊരു കോൾ കൂടി വരുന്നു. അതായത്
നേരത്തെ ഡാൻഡേലിയൻ ഫയൽസ് ഒക്കെ ഡോങ്ചു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ നിന്നും ഒരു ഇൻഫോർമേഷൻ തനിക്ക് കിട്ടിയിട്ടുണ്ടേ എന്നും അത് പറയുവാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് തന്നെ ഡോങ്ചു സ്വയമായിട്ട് വായിച്ചു നോക്കണമെന്നുമായിരുന്നു ഇന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആദ്യമായിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുള്ള പാക്കേജ് തുറന്നു നോക്കാമെന്ന് വിചാരിച്ച ഡോങ്ചുവും ആ ഒരു പാക്കേജ് തുറന്നു നോക്കി കഴിയുമ്പോഴത്തേക്കുമാണ് ഈടും ഡോങ്ചുവും അച്ഛനും മകനുമാണെന്നുള്ള സത്യമൊക്കെ തെളിയിക്കുന്ന ഒരു DNA റിസൾട്ട് അവൻ കാണുന്നത്. അവനും ആകെ മൊത്തം ഞെട്ടുന്നു. അത് കൂടാതെ നേരത്തെ ജാങ്സണും അതുപോലെ തന്നെ മറ്റൊരാളും കൂടി സംസാരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഉണ്ടായിരുന്ന ടെക്സ്റ്റ് ഒക്കെയാണ് വായിച്ചു നോക്കുന്നത്. അതിൽ നിന്നും സിംഹുയുടെ അച്ഛൻ ഉണ്ണാമിന്റെ അച്ഛൻ ആയിരുന്നില്ല, മറിച്ച് ഈടുവാണെന്ന് ജാങ്സൺ പറയുന്നത് കൂടി കാണിക്കുകയാണ്. അങ്ങനെ ഡോങ്ചു തന്നെ തന്റെ അച്ഛൻ ഈടുവാണെന്നുള്ള സത്യം മനസ്സിലാക്കിയെടുക്കുന്നു. അന്ന് രാത്രി തന്നെ ആയിരുന്നു ഈടുവും ഡോങ്ചും കൂടി കണ്ടുമുട്ടാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈടു കോൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഡോങ്ചുവും ഈടു പറഞ്ഞ സ്ഥലത്ത് എത്തുകയാണ്. ആ ഒരു സ്ഥലം ജാങ്സണും ടീമും കൂടി തിരഞ്ഞെടുത്തതായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന CCTV വഴി എല്ലാ ദൃശ്യങ്ങളും തത്സമയം ഗുഹോയും കാണുന്നുണ്ട്. ഡോങ്ചുവും ഈഡുവിന്റെ അടുത്തേക്ക് നടന്നു വരുന്ന സമയത്ത് ഈഡുവും കയ്യിലുണ്ടായിരുന്ന തോക്കുകൊണ്ട് ഡോങ്ചുവിനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തുന്നു. ഈ ഒരു സമയത്ത് ഇതെല്ലാം തന്നെ കണ്ടു ചിരിച്ചിട്ടുണ്ടായിരുന്ന ജാങ്സനും ഡോങ്ചു നിന്റെ സ്വന്തം മകനാണെന്നൊക്കെ ഈഡുവിനോട് കോൾ ചെയ്ത് പറയുന്നു. അത് കേട്ട് ആകെ ഷോക്ഡ് ആയിട്ടുണ്ടായിരുന്ന അവനും എന്ത് ചെയ്യണമെന്നറിയാതെ വീണ്ടും ഡോങ്ചുവിനെ ഷൂട്ട് ചെയ്യുവാനായിട്ട് അവന്റെ അടുത്തേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും അച്ഛാ എന്നെ ഷൂട്ട് ചെയ്യെന്ന് ഡോങ്ചുവും അവന്റെ അടുത്ത് പറയുകയാണ്. ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.